ഈ രണ്ടാം ടേമിൽ ഒരു മുഖം മിനുക്കൽ എന്നാണ് LDF സർക്കാർ പറയുന്നത്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുന്നതിന് അപ്പുറത്തേക്ക് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ ഒരു ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് നോക്കിയാൽ സാധാരണ നിലയിൽ ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത സീറ്റിരിക്കുന്ന ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ പലതരത്തിലുള്ള കുശലാന്വേഷണം നടത്തും, പരസ്പരം തൊഴുത് ഒരു അഭിവാദ്യം സ്വീകരിക്കും, ചിരിക്കും. അത്തരത്തിലുള്ള മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. യാതൊരു തരത്തിലുള്ള ഒരു ആശയവിനിമയവും ഒരു കമ്മ്യൂണിക്കേഷനും ഇരുവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഞാൻ വരാം, പക്ഷെ അവനെന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യമോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. മുഖാമുഖം ഇരുന്നിട്ട് പോലും രണ്ടുപേരും ഒരു തരത്തിലുള്ള ഒരു പരിചയം പുതുക്കാത്ത രീതിയിൽ തീർത്തും രണ്ടുപേർ രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് ഈ ചടങ്ങ് അതിൻ്റെതായ രീതിയിൽ ഔപചാരികമായി പൂർത്തിയാക്കുകയായിരുന്നു. നമുക്കറിയാം, ബൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ തന്നെ ഗവർണറുടെ മുന്നിലൂടെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് ബൊക്കെ കൊടുക്കുന്നത്. ആ സമയത്തൊന്നും തന്നെ ഒട്ടും തന്നെ ഗവർണർ എന്തെങ്കിലും തരത്തിലും കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. ഒരു പരസ്പരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗഹൃദ തരത്തിലുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല. തിരിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെയാണ്. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. ഒന്നും സംസാരിക്കാതെ അടുത്തടുത്ത ഇരിപ്പിടത്തിരുന്നു കൊണ്ട് ഭരണത്തലവനും ഭരണഘടനാ തലവനും അവർക്കിടയിലുള്ള തർക്കം അത് അങ്ങനെ തന്നെ രൂക്ഷമായി തുടരുന്നു. സാധാരണ നിലയിൽ ഗവർണർ വരുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം തൊഴുതുകൊണ്ട് ഒരു തരത്തിലൊരു ആശയവിനിമയം നടത്തിയാണ് ഈ ചടങ്ങ് തുടങ്ങുക. പിന്നീട് ഒരു കുശലാന്വേഷണം ഒക്കെ ഉണ്ടാകും. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തന്നെ 3 പേരും കൂടി ആ ഫ്രെയിമിൽ വരുന്ന സമയത്ത് മന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ വലിയൊരു സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുക. ആംഗ്യ ഭാഷ മനസ്സിലാവൂ. നോക്കിക്കോ, കണ്ട ഇവൻ ബദിരനും മൂങ്ങനുമാണ്. മുഖ്യമന്ത്രി പോയി രാജ്ഭവനിൽ നിന്നാണ്, അതുകൊണ്ട് ചായ സൽക്കാരത്തിന് നിന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആരും നീയോ? അല്ല, അവൻ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.